ദേശീയ രാഷ്ട്രീയമുണ്ട്, സംസ്ഥാന രാഷ്ട്രീയം. ദേശീയ രാഷ്ട്രീയത്തിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ അധികാരം ദുരുപയോഗിക്കുകയാണ്. നമുക്കാകെ വിശ്വാസം ഇപ്പോൾ ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറി അകത്തേക്ക് പോലും നുഴഞ്ഞു കയറ്റാൻ ശ്രമിക്കും. ഒരു ഭയാനകരമായ സാഹചര്യമാണ്. മാധ്യമങ്ങൾ പണ്ട് സ്വതന്ത്രമായി സംസാരിച്ചിരുന്നെങ്കിൽ അവരും നിശബ്ദമായിട്ടുണ്ട്. ഇതാണ് ദേശീയ രാഷ്ട്രീയം. അതിൻ്റെ പ്രതിഫലനം ഈ തിരഞ്ഞെടുപ്പിലുണ്ടാവും. കാരണം ഇന്ത്യൻ വോട്ടേഴ്സ് വളരെ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരുമാണ്. അവരുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് സംശയം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വികസനം ഒരു മുഖമുദ്രയായി എടുത്ത ഗവൺമെൻറ്റിനാണ് പിണറായി ഗവൺമെൻറ്. ഞാനിന്നും ഓർക്കുന്നത്, ഞാൻ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടുന്ന് വന്ന എല്ലാ പാർട്ടിയും ഉൾപ്പെട്ട ഡെലിഗേഷൻ, VS അച്യുതാനന്ദ ഡെലിഗേഷൻ കൊണ്ടുവന്നത് കേരളത്തിൽ 30 മീറ്റർ വീതിയുള്ള റോഡ് മതിയെന്നായിരുന്നു. അവിടെ നിന്ന് മാറി 45 മീറ്ററും ആകാശപാത. അതുപോലെ കേരളിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പുച്ഛിച്ച് തള്ളിയ ജനം ഇന്ന് വന്ദേ ഭാരത് വന്നതോടെ സ്വീകരിക്കുകയാണ്. അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തെ തകർത്തു. ഇന്ന് കേരളം അനുഭവപ്പെടുന്ന സാമ്പത്തിക പരിമിതിക്ക് കാരണം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട സഹായം, പ്രത്യേകിച്ച് GST വന്നതിന് ശേഷം അതിനൊരു റേഷ്യോ ഉണ്ട്. പണ്ട് സംസ്ഥാനങ്ങൾ നികുതി പിരിച്ചിട്ടാണ് കേന്ദ്രത്തിന് കൊടുക്കുന്നത്. ഇപ്പോൾ കേന്ദ്രം നികുതി പിരിച്ചിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായത് ഞാനും ഭക്ഷ്യമന്ത്രിയും കൂടി കണ്ടപ്പോൾ, നമുക്ക് നെല്ല് സംഭരിക്കുമ്പോൾ, ഞാൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന കാലത്തുള്ള തീരുമാനമാണ്, നെല്ല് സംഭരിക്കുമ്പോൾ FCI സംഭരിച്ച് വിതരണം ചെയ്യുന്നതിൻ്റെ ചെലവ് അതിന് പകരമായി സംസ്ഥാനങ്ങൾ സംഭരിക്കുമ്പോൾ അതിൻ്റെ ചെലവുണ്ട്. 800 ചില്ലാനും കോടി രൂപയാണ് കിട്ടുന്നത്. അന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് കമ്പ്യൂട്ടർ തെറ്റിപ്പോയി ഹൈദരാബാദിൽ, ഇനി അത് തുറക്കണമെങ്കിൽ മന്ത്രി എന്ന് തീരുമാനിക്കും. ആ ഡിലേ കൊണ്ടാണ് നമുക്കിപ്പോൾ കിട്ടേണ്ട 800 ചില്ലാനും, ഇപ്പോൾ കിട്ടിയ 800 ചില്ലാനും കോടി രൂപ താമസിച്ചത്. ഇനി 700 ചില്ലാനും കോടി രൂപ കിട്ടാനുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ള കേരളത്തിന് നൽകേണ്ട, ഒരു ഫെഡറൽ സിസ്റ്റത്തിന് നൽകേണ്ട തുക, സാമ്പത്തിക സഹായം വളരെയധികം മനഃപൂർവ്വം ഡിലേ ചെയ്തെങ്കിലും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് സംസ്ഥാനം മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം പോലും കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന വിധത്തിൽ ഉള്ള ഒരു നടപടി ഇവിടെ നടപ്പാക്കാൻ കഴിയാഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് വിജിലൻ്റാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വിജയിക്കും. മാഷിനോളം എറണാകുളം മണ്ഡലത്തെ അടുത്തറിഞ്ഞ ഒരാളുണ്ടാവുമെന്ന് സംശയമാണ്. അപ്പോൾ എറണാകുളത്ത് എങ്ങനെയാണ്, ആർക്കാണ് സാധ്യതകൾ? ഞാൻ മത്സരിക്കുമ്പോഴും സാധ്യത പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എറണാകുളം അതിവേഗം വളരുന്ന ഒരു നഗരമാണ്. എറണാകുളം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അതിവേഗം വളരുന്നു. ആ നിയോജകമണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പലപ്പോഴും ചില കാര്യങ്ങൾ പ്രതികരിക്കാറില്ല. പക്ഷെ ഒന്ന് പ്രതികരിക്കാൻ ഞാൻ ദുഃഖത്തോടെ, വേദനയോടെ ആഗ്രഹിക്കുകയാണ്. ഹൈബി ഈഡൻ അദ്ദേഹം തുടരെയായി ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ഞാൻ MP ആയിരുന്ന കാലഘട്ടത്തിൽ ചിലവഴിക്കേണ്ട 5.9 കോടി രൂപ ചിലവഴിച്ചില്ല, അദ്ദേഹം ചിലവഴിച്ചു. ഒന്ന്, ആ പ്രോജക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. അത് നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഈ MPs ലോക്കൽ ഫണ്ട് ഡെവലപ്മെൻറ്റ്. അത് ബഡ്ജറ്റിൽ വരുന്നതാണ്. ഇത് ഏതെങ്കിലും കാരണവശാൽ ഒരു MP കാലഘട്ടത്തിൽ ചിലവഴിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മാറ്റുന്നില്ല, അത് തുടരെ പോവുകയാണ്. ഞാൻ ഇന്നലെ കുമ്പളങ്ങിയിലൊക്കെ പോയപ്പോൾ നോക്കി, ഞാൻ 2014 മുതൽ 19 വരെ അനുവദിച്ച തുക, അത് പദ്ധതി പൂർത്തീകരിച്ച് നടപ്പിലാക്കിയത് ഹൈബി MP ആയപ്പോഴാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് എഴുതിയിട്ടുണ്ട്, KV തോമസ് നിർദ്ദേശിച്ച പദ്ധതി ഹൈബി നടപ്പിലാക്കി. ഹൈബിയുടെ കാലത്ത് വന്നാണ്. അപ്പം അതുപോലെ അദ്ദേഹം മനസ്സിലാക്കുന്ന ഈ സന്ദർഭത്തിലും ഒരു രാഷ്ട്രീയ പ്രചരണം അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ സഹപ്രവർത്തകനായ എനിക്കെതിരായി ഇങ്ങനെ എടുത്തത് ശരിയല്ല. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കളക്ടർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇരുന്ന കാലഘട്ടം മുതൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് MP ഫണ്ട് എടുത്തത് അത് ഞാൻ പുറത്ത് കൊണ്ടുവരും. മാത്രമല്ല, വികസനത്തിൽ ഞാൻ രാഷ്ട്രീയങ്ങളുടെ ആളല്ല. ഞാൻ 84 MP ആകുമ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നുമില്ലെങ്കിലും ആദ്യമായിട്ട് ഇന്ത്യയിൽ
റോഡ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് വിഹിതം വാങ്ങിയിട്ട് കുമ്പളങ്ങി പാലത്തിൽ 1 കോടി രൂപ അനുവദിച്ച ആളാണ് ഞാൻ. എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടാണെങ്കിലും നമ്മുടെ മെട്രോ ആണെങ്കിലും ഞാൻ പങ്കുചേർന്നിട്ടില്ല. ഒരു വികസനത്തിൽ പ്രവർത്തനം ഒളിച്ചോടിയിട്ടില്ല. പിണക്കത്തിലാണോ? ആ പിണക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കരുത്. പക്ഷെ തുടരെ പറയുമ്പോൾ അത് ശരിയല്ല. എന്നെക്കുറിച്ച് എനിക്കൊരു ജനങ്ങൾ മധ്യത്തിലൊരു ബന്ധമുണ്ടല്ലോ. അത് പറയേണ്ട ബാധ്യത എനിക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് തുടരെയായി ഞാൻ കാണുന്നത്. കെ വി തോമസിന്റെ കാലത്ത് 5.9 കോടി രൂപ ചെലവഴിച്ചത് അത് ഞാൻ ചെലവഴിക്കുന്നു. ആ പദ്ധതി അറിയണം ആദ്യം. ആ പദ്ധതി ലാപ്സായിപ്പോടെ പദ്ധതിയല്ല. ഇവിടെ പരസ്പരം കണ്ടിട്ടും ചിരിക്കുക പോലും ചെയ്യാതെ ചിരിയൊക്കെ കാണാൻ അങ്ങനെയൊന്നും അല്ല. അത് ഞങ്ങളുടെ വളരെ എത്രയോ വർഷക്കാലത്ത് അധ്യാപകരല്ലേ. ഹൈബി എന്നതിനെ കണ്ടോട്ടെ. ഞാൻ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ ഇപ്പം പറയാൻ കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടരെ പറയുമ്പോൾ ഞാൻ പറയാതിരുന്ന എന്തോ കുഴപ്പമുണ്ട് എന്ന് ആളുകൾക്ക് തോന്നുന്നില്ല. എന്നെക്കുറിച്ച് അറിയുന്ന മനസ്സിലായി. എത്രയോ വികസന പദ്ധതിയിൽ പങ്കുചേർന്നിട്ടുള്ളതാണ്.